Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, സൗണ്ട് കുറവായിരുന്നു, അതാണ് ഞാൻ കേൾക്കാഞ്ഞത്. ഞാനിപ്പോ കൂട്ടിയിട്ടുണ്ട്, സോറി. ഓക്കെ, ഇന്ന് പ്രേയർ ആരാണ്? പ്രയർ ഞാൻ ചൊല്ലാം മാം. ഓക്കെ, ശരി. ശരി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നിൻ മനോജ്ഞരൂപമെന്റെ മുന്നിലെന്നും കാണണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇനി സൈനിൽ ആരാണ്? Signing or thought of the day? സൈനിന് ആരും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യാം. Okay, my turn. Never help child with a task which he feel he can be succeed. Today's മോണ്ടിസോറി കോട്സ് ആണ്. അതിൽ പറയുന്നത് നമ്മളൊരു കുട്ടി ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവനെ അതിൽ പോയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പം നമ്മൾ ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവൻ തന്നെ ചെയ്ത് തന്നെ അതിന്റെ ഒരു കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുമ്പോഴാണ് ആ ഒരു എന്താ പറയാ അവന്റെ ആ ഒരു ഐസിൽ നിന്ന് എന്താ പറയാ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അത് ചെയ്ത് സക്സസ് ആയി കഴിയുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ മാക്സിമം ഹാപ്പിനെസ് അവന് തന്നെ കിട്ടണം, അല്ലെങ്കിൽ അവൾക്ക് തന്നെ കിട്ടണം. അപ്പൊ ടീച്ചേഴ്സ് ഒരിക്കലും അതിൽ പോയി ഹെൽപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു. ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മാഡം. ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയണമെന്നാണ് പറഞ്ഞത്. ആ ചാപ്റ്ററിൽ നിന്ന് ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മാം. ചെയ്തിട്ടുണ്ടോ? യെസ്. ഓക്കെ. മൂന്ന് ലെസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ലെസൺ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് ഡിസ്കസ് ചെയ്യാം. ആരൊക്കെ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റും. ടൈം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ മൂവ് ഓൺ ആവും. ഓക്കെ, ഞാൻ ആ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വെറുതെ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ ഇമേജ്. പിങ്കിയാണ് പ്രസന്റ് ചെയ്യണത്. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് നമുക്ക് കണ്ടക്ട് ചെയ്യുന്ന പിങ്കിനെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാം, വെൽക്കം ചെയ്യാം. ഓക്കെ, പിങ്കി ക്യാരി ഓൺ. മിസ്, ഞാൻ എഴുതി വെച്ചത് വായിച്ചാൽ മതിയല്ലേ? ഷോർട്ട് ആക്കിയിട്ട് സമ്മറി പോലെ റീഡ് ചെയ്താൽ മതിയല്ലേ? അത് ഓക്കെ. എങ്ങനെയാണോ പ്രസന്റ് ചെയ്യാനായിട്ട് തോന്നുന്നു അതേപോലെ തന്നെ പ്രസന്റ് ചെയ്തോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളാം. Okay, good afternoon all. Today I want to discuss about a short summary about the normalization and deviation chapter. Normalization and deviation. Mind and body are closely related to each other. They work together. If it is not possible, the child will be deviated. The Montessori environment provides an environment for a normal child. In Montessori environment, child practices discipline, concentration, obedience, and joy through activities. They have the freedom to choose activities and freedom to move.
This liberty helps the children to acquire all stages of development. They have the helping mentality also. The children in the Montessori are related to the natural environment or the external world or attached to the reality. Lack of freedom and movement make the child deviated. Deviation will occur in a child during the formative year, that means birth to 6 years. Children deviated into three classes, such as naughty children, weak children, and bright children. Deviated child live in a prepared environment, not in natural environment. The deviated child shows the characteristics like possessiveness, inferiority complex, fear, lies, etc. The teacher can change the deviated child into normal child by giving more practical life activities. These activities help them to enhance concentration and gradually builds the child's self-confidence and finally will disappear the deviations. If the child is able to work as per his will, the mental and physical energy work in unison and the child becomes normalized. Thank you, ma'am. ഓക്കേടാ, താങ്ക് യു. ഇനി വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഓൺവേർഡ്സ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താണ് നോർമലൈസേഷൻ ഡീവിയേഷൻ ആരും വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? മാം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ചെയ്യാൻ ശ്രമിച്ചോട്ടെ. ഓക്കെ. സോ our topic is normalization and deviation. So first I introduce Maria Montessori. ശരിക്കും നമ്മൾ ഇതിലേക്ക് വരുന്നത്, നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത് ഡോക്ടർ മരിയ മോണ്ടിസോറി ഉണ്ട്. നമ്മൾ മരിയ മോണ്ടിസോറിക്ക് ഒരു എന്താ പറയുക പ്രത്യേകം നമ്മൾ നന്ദി പറയണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം നമ്മളെയൊക്കെ ഇത്രയും മാറ്റിമറിച്ച്, പ്രത്യേകിച്ച് എനിക്കത് പറയാൻ പറ്റുള്ളൂ, മാറ്റിമറിച്ചത് തീർച്ചയായിട്ടും മരിയ മോണ്ടിസോറിയാണ്. സോ ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ what I have right now. സോ നമുക്കറിയാം മരിയ മോണ്ടിസോറി ഒരു ഇറ്റാലിയൻ ഡോക്ടർ ആയിരുന്നു. അപ്പം നമ്മൾ കൂടുതലൊന്നും അതിലേക്ക് പറയുന്നില്ല. ഇറ്റ് ഇസ് നമ്മുടെ മരിയ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്പെസിഫിക്. മിസ് ഞാൻ വലിയ ഡീപ്പായിട്ടും എനിക്കറിയാവുന്ന പോലെ പറയുന്നുണ്ടേ. ഓക്കെ, ഇറ്റ് ഇസ് സ്പെസിഫിക്കലി ചൈൽഡ് കോൺസെൻട്രേറ്റഡ് മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് മരിയ മോണ്ടിസോറി മെത്തേഡ്. മീൻസ് കൂടുതലും ആക്ടിവിറ്റീസ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ മരിയ മോണ്ടിസോറി നമ്മളെ അല്ല കുട്ടികളെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ മരിയ മോണ്ടിസോറി ഒരു ഡോക്ടറായിരുന്നു. ഞാൻ കുറച്ചൊന്ന് സെർച്ച് ചെയ്ത് പോയപ്പോൾ മരിയ മോണ്ടിസോറി ഒരു ഡോക്ടറായിരുന്നു, സൈക്കാട്രിസ്റ്റ്, നോർമലി ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികളോടുള്ള താല്പര്യം കാരണം ആ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന ആളാണ് മരിയ മോണ്ടിസോറി. അതിനു വേണ്ടി ഒരു സ്കൂള് തുടങ്ങി, കെസാഡ ബാമിനി. അതിന്റെ മീനിങ് തന്നെ എന്തായിരുന്നു? ചിൽഡ്രൻസ് ഹോം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് വരുന്നത് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. എന്താണ് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ? നമുക്ക് എങ്ങനെ നോർമലൈസ് ചിൽഡ്രനെയും ഒരു ഡീവിയേറ്റഡ് ആയിട്ട് ചിൽഡ്രനെയും മനസ്സിലാക്കാം. അതൊക്കെയാണ് നമ്മൾ രണ്ട് വേർഡ്സ് ആണ് മെയിൻ ആയിട്ട്. നോർമലൈസേഷൻ എന്താണെന്നും ഡീവിയേഷൻ എന്താണെന്നുമാണ് പഠിക്കുന്നത്. ഈ നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. അവര് എന്താ പറയാ, അവര് സാധാരണ ഓരോ ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അവര് അതിൽ ഫുൾ ഫോക്കസ്ഡ് ആയിരിക്കും. അതിലൂടെ അപ്പം എന്താണ് എന്താ പറയാ, രണ്ട് തരത്തിലുള്ള കുട്ടികളുണ്ട്. അതായത് നമ്മളിപ്പോ പറഞ്ഞാല് ഇച്ചിരി നമ്മൾ പറയാം ഇച്ചിരി ഹൈപ്പറാണ് എന്നുള്ള കുട്ടികളുണ്ട്, അല്ലാത്ത കുട്ടികളുണ്ട്. അപ്പൊ ഈ നോർമലി ആയിട്ടുള്ള ചിൽഡ്രൻ ആണെങ്കിൽ അതിൽ അവരുടെ വർക്കിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ മാത്രം ടാസ്കിലായിരിക്കും. അപ്പൊ എന്താണ്, അവര് സെൽഫ് ഡിസ്കവറിയാണ്. അവർ ഓരോ കാര്യങ്ങളും ചെയ്ത് അവര് ലേണിംഗ് ബൈ ഡൂയിങ് ആണ്.
ഹാൻഡ് ലേണിംഗ് ആണ് അവർ ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ അവർ തനി ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ട് വേണമെങ്കിലും വർക്ക് ചെയ്യാം. അവരുടെ ഫോക്കസ് എന്താണോ അതിൽ മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താ പറയുക, ഈ മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ കുട്ടികൾക്ക് ധാരാളം ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫ്രീഡം കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ചോയ്സ് ആണ് എന്ത്. ഇപ്പം ഒരു മോണ്ടിസോറി സ്കൂളിലേക്ക് വരുന്ന കുട്ടികളോട് ആദ്യമേ പോയിട്ട് നമ്മൾ ആൽഫബറ്റ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല പഠിപ്പിക്കുന്നത്. അവിടുത്തെ ഒരു കരിക്കുലം എന്ന് പറയുന്നത് തന്നെ ആക്ടിവിറ്റി, പ്ലേ, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. അപ്പം ഒരു മോണ്ടിസോറി ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ചോയ്സിനനുസരിച്ച് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല, യുണീക്കാണ്. ഓരോ കുട്ടിയും യുണീക്കാണ്. അപ്പം അവരുടെ ടേസ്റ്റിനനുസരിച്ച് എന്താണോ അവർക്ക് വേണ്ടത് അതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഈ നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അവരൊരു ഒരു ആക്ടിവിറ്റി എടുത്തു, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് റിപ്പീറ്റ് ചെയ്ത് ചിലപ്പം ഫ്ലോപ്പ് ആവും, പിന്നെ അത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് അവൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ആ ഒരു എൻവയോൺമെന്റിനോട് റെസ്പെക്ട് ഉണ്ടാവും. ആ ചെയ്യുന്ന ആക്ടിവിറ്റിയോട് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി, ഇത് എൻ്റെ ടാസ്ക് ആണ്, ഇത് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ. അപ്പൊ ഇങ്ങനെ ഒരു ഇന്നർ പീസ്, പിന്നെ അതുപോലെ ഒബീഡിയൻസ് ആ എൻവയോൺമെന്റിനോട്. പിന്നെ ആ ഒരു സാധനം എടുത്തു കഴിഞ്ഞ് ഇപ്പൊ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് കറക്റ്റ് പ്ലേസിൽ അവർ കൊണ്ടുപോയി വെക്കും. അപ്പൊ നമ്മളിപ്പോ ഈ ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ കുറെ പഠിച്ചല്ലോ. അപ്പൊ അവർ ശരിക്കും അതെല്ലാം അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന കുട്ടികള് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ മോണ്ടിസോറി ക്ലാസ്സിൽ 0 to 6 years ഉള്ള കുട്ടികളാണ് വരുന്നത്. 0 to 6 years അല്ല, സോറി, 3 to 6 years ഉള്ള കുട്ടികളാണ്. ഈ 3 to 6 years അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അബ്സോർബന്റ് മൈൻഡ് ആണ്. ഇപ്പൊ ഇന്നലെ നമ്മളെ ജിഷ മിസ് പഠിപ്പിച്ചു കോൺഷ്യസ് മൈൻഡ് എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, ഏത് സമയത്താണ് അവരിലേക്ക് ഏറ്റവും കൂടുതൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അങ്ങനെ ഓരോ കാര്യങ്ങളും നടക്കുന്ന ഏത് സ്റ്റേജിലാണ് ഇന്നലെ മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ അവർക്ക് എന്തുമാത്രം ആക്ടിവിറ്റീസ് കൊടുക്കുന്നു, എന്തുമാത്രം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർ മാക്സിമം പൊട്ടൻഷ്യൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർക്ക് മാക്സിമം ക്രിയേറ്റിവിറ്റി കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള പിള്ളേർക്ക്. അപ്പൊ അവര് ഈ നമ്മുടെ ക്ലാസ്സിൽ 3 to 6 years ഉള്ള ചിൽഡ്രൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ യങ്ങർ വൺസ് എപ്പോഴും എൽഡർ വണ്ണിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. കാരണം അവിടെ പല ഏജിലുള്ള കുട്ടികളുണ്ടല്ലോ. അപ്പൊ എൽഡർ വൺ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മോണ്ടിസോറി ക്ലാസ്സിലെ ഉള്ള കുട്ടികളാണെങ്കിൽ അവര് യങ്ങറിനെ ഹെൽപ്പ് ചെയ്യും. അവരങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കും. അവിടെ ടീച്ചറിനെന്ന് വെച്ചാൽ വലിയ റോളില്ല സത്യം പറഞ്ഞാൽ. അവരെ ഇങ്ങനെ അവരെ നിരീക്ഷിക്കുക, അത്ര ആ ഒരു ഇത് മാത്രമേ അവിടെ നമ്മുടെ ടീച്ചറാണെങ്കിൽ അവിടെ ഉള്ളൂ. അതായത് നോർമലൈസ്ഡ് ചിൽഡ്രന്റെ കേസിൽ. എന്നാൽ ഡീവിയേറ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാല് ചില കുട്ടികൾ ഇപ്പൊ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം. നമ്മളിപ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ പിള്ളേരോടുള്ള അമിത സ്നേഹം കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ഈ കുട്ടികൾക്ക് ഒരു കാര്യം തനിയെ ചെയ്യാൻ അറിയത്തില്ല, അവർക്കെല്ലാം ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസോ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഭയങ്കര ഒരു ഹസാർഡായിരിക്കും, ഇതെങ്ങനെ ചെയ്യും. ചിലപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് കാണത്തില്ല. അവർ ക്ലാസ്സിൽ കൂടെ എണീറ്റ് നടക്കും. പിന്നെന്താ, ചിലപ്പം മീൻസ് ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പല ക്യാരക്ടറുള്ള കുട്ടികളായിരിക്കും ഈ ഡീവിയേഷൻറ്റഡ് കുട്ടികൾ എന്ന് പറയുന്നതിൽ വരുന്നത്. അപ്പം അതിനകത്ത് നമ്മുടെ ഇതില് അവനെ നോട്ടി ചിൽഡ്രൻ, വീക്ക് ചിൽഡ്രൻ, ബ്രൈറ്റ് ചിൽഡ്രൻ, അങ്ങനെ ക്ലാസ് ഓഫ് ഡീവിയേഷൻ 3 ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബ്രൈറ്റ് ചിൽഡ്രൻ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ നോട്ടി ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും അവരെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. അപ്പൊ നമ്മുടെ സാധാരണ നമ്മളുടെ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നത് വെച്ചാൽ ഇങ്ങനത്തെ കുട്ടികളെയൊക്കെ ഇച്ചിരി ഹൈപ്പറാണ്, അവരെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, അവരെ നമ്മൾ അത്ര മൈൻഡ് ചെയ്യാറില്ല നമ്മുടെ സാധാരണ സ്കൂളിലാണെങ്കിൽ. എന്നാൽ മോണ്ടിസോറിയിൽ നമ്മൾ ആ കുട്ടികളെ മനസ്സിലാക്കണം. ആ കുട്ടി എന്തിനോ അവർക്ക് എല്ലാ കഴിവുകളും ഉള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത്
ആണ് ശരിക്കും നമ്മളുടെ ഡ്യൂട്ടി. നമ്മൾ മനസ്സിലാക്കണം അവര് ഫോക്കസ് ചെയ്യുന്ന, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖല ഏതാ നമ്മൾ കണ്ടെത്തണം. ആ കണ്ടെത്തിയിട്ട് ഇപ്പൊ അവർക്ക് മറ്റു നോർമലൈസ്ഡ് ചിൽഡ്രനെ പോലെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖല ഏതാന്ന്, എന്ത് ആക്ടിവിറ്റിയാണ്. ചിലപ്പം ചില കുട്ടികൾക്ക് വണ്ടി ആയിരിക്കാം, ചില കുട്ടികൾക്ക് ആനിമൽസിനെ കുറിച്ചായിരിക്കാം. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പസിൽസ് ആയിരിക്കാം. അല്ലെങ്കിൽ വണ്ടിയാണെങ്കിൽ നമുക്ക് ആ വണ്ടി കൊടുത്തുകൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിൽ നമ്മൾ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിൽ കൂടെയുള്ള പസിൽസോ ആക്ടിവിറ്റീസോ അങ്ങനെ എല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ നോർമലൈസ്ഡ് ചിൽഡ്രൻ ആക്കണം. അതാണ് നമ്മുടെ ഒരു ബിഗ് ടാസ്ക് ആണത്. അപ്പം എനിക്ക് മനസ്സിലായതാണ് കേട്ടോ അങ്ങനെ. പിന്നെ ഡീവിയേറ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അവരെ അങ്ങനെ കണ്ടിന്യൂസ് ട്രെയിനിങ് ചെയ്ത് കഴിയുമ്പം അവരെ എന്ത് വന്നാലും നോർമലൈസ്ഡ് ചിൽഡ്രൻ ആവും. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും പിന്നെ നമ്മളുടെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പേഷ്യൻസ്, അതിന് മോണ്ടിസോറിയിൽ പ്രത്യേകം പറയുന്നുണ്ട്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും മോണ്ടിസോറി ക്ലാസ്സിൽ ഒരു ഡോക്ടറാണ്, ഒരു സയന്റിസ്റ്റ് ആണ്, ഒരു മദറാണ്, ഒരു മിഷണറി ആണ്. ഇതെല്ലാം കൂടി ഒരാളാണ് ശരിക്കും എന്താ പറയാ ഒരു മോണ്ടിസോറി ടീച്ചർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഇനി ഒരു മോണ്ടിസോറി സ്കൂളിലേക്ക് ചെല്ലുമ്പം പിള്ളേരെ പല സ്വഭാവമുള്ള പിള്ളേരായിരിക്കും. ചിലപ്പോൾ നമുക്ക് പിള്ളേർ കാണിക്കുന്ന കാണുമ്പോൾ ദേഷ്യമൊക്കെ വന്നാലും നമ്മളെ പേഷ്യൻ്റോട് കൂടി നമ്മൾ അവരെ നമ്മുടെ ട്രാക്കിൽ കൊണ്ടുവരണം. അതാണ് നമ്മുടെ സക്സസ് എന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയുള്ളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞത്. മായ പറഞ്ഞത് എനിക്ക് തോന്നുന്നു മോണ്ടിസോറി മൊത്തമായിട്ട് നമ്മൾ ഇത്രയും നാളെ പഠിച്ചതിനെ കുറിച്ചുള്ള എന്താ പറയാ ഫുൾ ആയിട്ടുള്ളതാണ്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. എല്ലാവരും ക്ലാസ് ചെയ്തു. മോണ്ടിസോറിയില്ല മിസ്, ഞാൻ വീട്ടിലും മൊത്തം അപ്ലൈ ചെയ്തോണ്ടിരിക്കുക. ഓക്കേടാ, നല്ലതാണ്. നമ്മുടെ ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ക്യാരക്ടറിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. നമ്മളായാലും ഇപ്പൊ ഞാനൊക്കെ മോളോട് ദേഷ്യപ്പെടുമ്പോ ആ ഒരു ദേഷ്യപ്പെടാൻ പോകുന്നതിന് മുമ്പായിട്ട് അതിന്റെ മൈൻഡിലേക്ക് വരുമ്പോ ഞാൻ ദേഷ്യപ്പെടാനാണ് പോകുന്നത്, ദേഷ്യപ്പെടല്ലേ. അപ്പൊ ഞാനത് വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്ത്, ആ ദേഷ്യമാണ് എന്നാലും ഞാൻ വേറെ രീതിയിൽ അതാക്കിയിട്ട് ദേഷ്യം വരെ ജസ്റ്റ് അത് ഫോർവേർട്ട് ചെയ്തിട്ട് കാര്യം പറഞ്ഞു കൊടുക്കും വേറെ രീതിയിൽ. നമ്മൾ നേരെ ദേഷ്യപ്പെടാതെ. ഓക്കെ, അത് കുറച്ചും കൂടി നല്ലതാണ്. ഇനി വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ ഡീവിയേഷൻ, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്? മാം ഞാനത് സമ്മപ്പ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് എന്താണ് നോർമലൈസേഷൻ, എന്താ ഡീവിയേഷൻ അത് മാത്രം എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. Normalization, according to Montessori, is a process that makes a child to concentrate and focus on a particular thing for a specific period of time. In other words, a normalized child has complete attention that what he is engaging at that time. Correct order, love of work, obedience, silence, discipline, joy, etc. are the characteristics of a normalized child. In short, a normalized child combines his mind and body together while doing an activity and more attached to his reality with love and joy. ഇതാണ് നോർമലൈസേഷനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഡീവിയേഷനെ കുറിച്ചാ. Deviation is the opposite of normalization. In normalization provides positive impact on children, but deviation means oppression of the natural development of the child. The deviation occurs during the period of birth to 6 years. It is happening while his movements are restricted. This is mostly happening because of parents and family. Even the child has a will, but he is not permitted to act according to the will. That's deviation കുറിച്ച് എഴുതിയിരിക്കുന്നത് മാം. ഓക്കെ, കൺക്ലൂഡ് ചെയ്തോ? അപ്പോൾ നമ്മൾ ഡീവിയേഷനെ ഞാൻ കൂടുതലായിട്ട് എഴുതിയിട്ടില്ല, ഞാൻ ഓൺവേർഡ്സിൽ കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്താന്ന് മനസ്സിലായി. അപ്പോൾ ഡീവിയേറ്റഡ് ചൈൽഡ്, നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികളെല്ലാവരും നോർമലൈസ്ഡ് ചൈൽഡ് ആവണം എന്നില്ല. ഇപ്പൊ ഡീവിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള കാരണം എന്താണ്, അതിന് എന്താണ് അതിന്റെ റീസൺ എന്ന് മനസ്സിലാക്കിയിട്ട്
ആ കുട്ടീനെ ആ കാരണം മനസ്സിലാക്കി അതിനെ നോർമലൈസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക്, നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡിലേക്ക് മാറ്റാനായിട്ട് ഒരു മോണ്ടിസറി ടീച്ചർ ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ മാം, താങ്ക് യു. പറയുന്നത് അടുത്തതാരാ പറയുന്നേ? വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അപ്പോ നോർമല്. വേറെ ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല? ഉണ്ടല്ലോ നമ്മുടെ അബ്സേക്ക. ബാക്കി ആരും എന്താ പ്രിപ്പയർ ചെയ്യാന്? എന്റെ പിള്ളേരെ ഞാൻ ചീത്ത ഒന്നും പറയൂല, എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനൊരു കാര്യം മിസ്സേ, ഞാനൊക്കെ സൊസൈറ്റി ഓഫ് കൊഹീഷന്റെ ആ ചാപ്റ്റർ മാത്രമേ നേരം പോലെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. മറ്റ് ക്ലാസ്സുകൾ, അതായത് മൂവ്മെന്റ്സിന്റെ ചാപ്റ്ററും അതുപോലെ ഈ നോർമലൈസേഷൻ ഡീവിയേഷന്റെ ചാപ്റ്ററും ഞാൻ ജസ്റ്റ് ഇരുന്ന് കേൾക്കാന്നല്ലാതെ, ഞാൻ ഇപ്പൊ വീട്ടില് നോമ്പൊക്കെ ആയ കാരണം വീട് വൃത്തിയാക്കലും പരിപാടി, പിന്നെ എന്റെ അനിയത്തിയുടെ കല്യാണമാണ് നാളെ. അപ്പൊ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അതുകൊണ്ട് ആ 2 ചാപ്റ്ററും എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി. പക്ഷെ അതിപ്പോ ഞാൻ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത്, നാളെ കല്യാണം, പക്ഷെ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എന്താന്ന് വെച്ചാല് ഇവരൊക്കെ പറയണത് കേൾക്കുമ്പോ, കേട്ട ആൾക്കാർ പറയണ കേൾക്കുമ്പോ വേഗം മനസ്സിലാവുമല്ലോ വെച്ചിട്ട് ഞാൻ കേട്ടത്. ഈ പിന്നെ സൊസൈറ്റി ഓഫ് കൊഹീഷന്റെ ചാപ്റ്റർ ആണെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ പറയാം. അത് ഈ നോർമലൈസേഷൻ മായ പറഞ്ഞത് അത്യാവശ്യം മായ കുറച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോലെ, അത് മനസ്സിലായോ പറഞ്ഞപ്പോ? അതിന് വേണ്ടിയിട്ട് ഞാൻ കേട്ടത് തന്നെ. കാരണം എനിക്ക് നാളെ കല്യാണം, ഞാൻ പിന്നെ അങ്ങോട്ട് പോവാൻ വേണ്ടി നിൽക്കുക. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പോകാലോ വെച്ചിട്ട് ഞാൻ കേട്ടത്. കാരണം എല്ലാരും പറയുമ്പോ ഒരു സമ്മറി ആയിട്ട് എല്ലാരും ഒന്നിച്ച് പറയുമ്പോ ആ 3 ചാപ്റ്റർ ഒന്നിച്ചാണ് ഇരുന്നതാ. മാം, നോർമലൈസേഷൻ ഡീവിയേഷൻ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് നോർമലൈസ്ഡ് അത് ഓരോരോ പോയിന്റ്സ് ആയിട്ടൊന്ന് പറഞ്ഞുതരും മാം. ആരെങ്കിലും, കുട്ടികളോ അല്ലെങ്കിൽ മാം ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഓരോ പോയിന്റ്സും എടുത്തെടുത്ത് ഓരോന്നായിട്ട് ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ മതി, സിമ്പിൾ ആയിട്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് വീണ്ടും എടുക്കും. ആരെങ്കിലും ഉണ്ടോ റെഡി ആയിട്ട്? ജസ്റ്റ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അത് പറ്റും. ഞാൻ ആ ഫസ്റ്റത്തെ ക്ലാസ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ നോർമലൈസേഷന്റെ. അതിൽ നിന്നൊക്കെ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ 2 തരത്തിലുള്ള കുട്ടികളെയാണ് മോണ്ടിസോറി നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഒന്ന് നോർമലൈസ്ഡ് ചിൽഡ്രനോ പോലെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ കുറിച്ചിട്ടും. അപ്പൊ അതിലെന്താ പറയുന്നത് വെച്ചാൽ, നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ കാണലുണ്ട്. ചില കുട്ടികൾ ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ചുറ്റുപാട് നടന്നാലും അവർ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ അവര് ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റി അതിൽ മുഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പറയും ഈ കുട്ടിക്ക് വേറെ ഒന്നിലും ശ്രദ്ധ ഇല്ലാതെ നമ്മൾ പറയും. പക്ഷെ അങ്ങനത്തെ കുട്ടികളാണ്, നോർമലൈസ്ഡ് കുട്ടികളാണ് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. മറ്റു കുട്ടികൾ ഒരു കാര്യം മുഴുമിപ്പിക്കാതെ അപ്പുറത്തെ കാര്യത്തേക്ക് പോണതാണ് ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ. പിന്നെ അതായത് മോണ്ടിസോറി പറയണ എന്താന്ന് വെച്ചാല് 2 തരത്തിലാണ് കുട്ടികളുടെ വളർച്ചനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് അവരുടെ മെന്റൽ എനർജി അങ്ങനെയും മറ്റേത് മസിൽസിന്റെ വളർച്ചയും അങ്ങനെ. അപ്പൊ ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടും കൂടി ഉള്ള ഒരു ഐക്യം ഉള്ള കുട്ടികളാണ് ഈ നോർമലൈസ്ഡ് ചിൽഡ്രൻ. കാരണം നമുക്ക് മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്താൻ പറ്റുക എന്ന് പറയുമ്പോഴാണ് അതവിടെ നോർമലൈസേഷൻ ആയി എന്ന് പറയുന്നത്. അത് മനസ്സിലായി. പിന്നെ അവര് ആ കുട്ടികള് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ലവ് ഓഫ് ഓർഡർ ആണ് ഒന്ന് പറഞ്ഞത്. അതെന്താന്ന് വെച്ചാൽ, ആ കുട്ടികൾ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അവർക്ക് കിട്ടിയ ആ എൻവയോൺമെന്റ്, മോണ്ടിസോറി എൻവയോൺമെന്റ് പൊതുവെ നല്ല കുട്ടികൾക്ക് പറ്റിയ ഒരു എൻവയോൺമെന്റ് ആയിരിക്കും ഈ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ആ കിട്ടിയ ആ പരിസ്ഥിതിയോട് അവർ ഇഴുകി ചേർന്ന് അവർ ചിട്ടയോടെ ഓരോ കാര്യങ്ങളും ചെയ്യും. അതാണ് ഈ ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. അവരുടെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അവർക്ക് ഒരു ചിട്ട ഉണ്ടാകും. അതായത് ഒരു കാര്യം ഒരു വട്ടം അവര് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ചെരുപ്പൊക്കെ ഇപ്പം സ്കൂളിൽ ക്ലാസ്സിന് പുറത്ത് ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടാ കയറുക. ഒരു വട്ടം അവര് കണ്ട പിറ്റേ ദിവസം അവരത് അവിടെ തന്നെ അഴിച്ചിടും. വേറെ എവിടെ അഴിക്കാതെ അവർ ആ ചിട്ട അങ്ങനെ അവർ ഫോളോ ചെയ്ത് പോകുന്നതാണ് ഈ ലവ് ഓഫ് ഓർഡറോട് ഉദ്ദേശിക്കുന്നത്.
അതുപോലെ ലവ് ഓഫ് വർക്ക്. അവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അത് എന്തോ ഒരു മടുപ്പില്ലാതെ ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെയൊക്കെ അവർ ചെയ്യുന്നുണ്ടാകുക. പിന്നെ മൂന്നാമത് പറയണത് എന്താന്ന് വെച്ചാല് ആ പരിസ്ഥിതിയോട് അവർ എഴുകി ചേർന്നിട്ട് അവരങ്ങനെ ചെയ്യുമ്പോൾ അവരെ വേറെ ഒന്നിലും ശ്രദ്ധ കൊടുക്കാതെ ചെയ്യുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ മൈൻഡ് അതിന്റെ ആ ലെവല് ഉയരുന്നാണ് പറയുന്നത്. അവരുടെ ശ്രദ്ധ അവിടെ കൂടും. പരിസ്ഥിതിയായിട്ട് അവര് ഇഴുകി ചേർന്നിട്ട് അവര് വേറെ എന്ത് തടസ്സങ്ങൾ അവരതൊന്നും നാല് പുറമുള്ളതൊന്നും അവർ നോക്കണില്ല. അവർ ചെയ്യണ വർക്കിൽ തന്നെ അവർ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ ലെവല് ഉയരാണ് ചെയ്യണത്. പിന്നെ അവർക്ക് യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ടിട്ടേക്കാർ അവര്, അതായത് എന്താ അവർക്ക് എന്താ ഈ സംഭവം അവർക്ക് ഇത് എന്താ വേറെ എന്തും ആയിക്കോട്ടെ അവര് ഇത് കണ്ടിട്ടാണ് പഠിക്കണത്. എന്താണ് ഏതാണെന്നുള്ളത് കണ്ടിട്ടാണ്, അല്ലാതെ ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല. അവര് പറഞ്ഞ് കേൾവി കൊണ്ടല്ല, അവര് കണ്ടറിഞ്ഞിട്ട് ഇത് ഇങ്ങനെയാണെന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് അനുഭവത്തിൽ കൂടെയാണ് അവര് ഓരോന്നും അവരുടെ സെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവര് പഠിച്ച് മനസ്സിലാക്കണത്. പിന്നെ എന്താ ലവ് ഓഫ് സൈലൻസ്, അതായത് ഗ്രൂപ്പായിട്ടോ ടീമായിട്ടോ ഒരു അങ്ങനെയൊക്കെ അവര് വർക്ക് ചെയ്യുക. അവരുടെ എന്താ ഒറ്റക്കൊറ്റക്കെന്നല്ല, അവര് ഗ്രൂപ്പായിട്ട് പരസ്പരം ബഹുമാനത്തോടെയും അതുപോലെ ഐക്യത്തിലേക്കാരം അവര് എന്താ ഓരോ ആക്ടിവിറ്റിയും ചെയ്യുക. അതിൽ അവര് എന്താ പറയാ അവർക്ക് അവിടെ ഒരു സമാധാനം സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. കാരണം ഒറ്റയ്ക്ക് ചെയ്യണേക്കാട്ടിലും ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട് ഒരാളുടെ കഴിഞ്ഞ ഒരാൾക്ക് അവസരം കൊടുത്തിട്ട് അങ്ങനെ അവര് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ അതിൽ പറയണ എന്താന്ന് വെച്ചാൽ അത്ര ഭാഗ്യം ഞാൻ കേട്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ കേട്ടിട്ടില്ല. വേറെ ഞാൻ ഇപ്പൊ മനസ്സിലായത് ഞാൻ ഇതാക്കിയിട്ടുള്ളൂ, പിന്നെ ഞാൻ ക്ലാസ് ഒന്നും കേട്ടിട്ടില്ല. പിന്നെ കൊഹീഷന്റെ പാഠമാണ് ഞാൻ പഠിച്ചിരിക്കണത്. നോർമലൈസേഷൻ മനസ്സിലാവാതെ കൊഹീഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, പിങ്കി ബാക്കി ഒന്ന് കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കും. എനിക്ക് തോന്നുന്നു പിങ്കി ഉണ്ടായിരുന്നു, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ. അടുത്ത പോയിന്റ് സബ്മിഷൻ ഓഫ് ദ പൊസസീവ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ കുട്ടികൾക്ക് ഒരു പുതിയൊരു സാധനം കാണുമ്പോൾ അത് കൊണ്ടുപോകാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. മെറ്റീരിയൽസ് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ മെറ്റീരിയൽസ് ഉണ്ട്. തുടക്കത്തിൽ അത് സ്വാഭാവികമായിട്ട് കുട്ടികളുള്ളതാണ്. പക്ഷെ അവർ പറഞ്ഞ് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ അവർ കൃത്യമായിട്ട് ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് അവരത് ചെയ്യാനായിട്ട് തോന്നുന്നത്. എല്ലാവരുടെയും ഇങ്ങനെയുള്ള കുട്ടികളുണ്ടായിരിക്കും. പക്ഷെ ആ പൊസസീവ്നെസ് ഗ്രാജുവലി ഇല്ലാതായിത്തീരും നമ്മളത് അതിൻ്റെതായ രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സബ്മിഷൻ ഓഫ് ദി പൊസസീവ് ഇൻസ്റ്റിങ്ക്റ്റ്. അപ്പൊ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ടെൻഡൻസി അങ്ങനെയൊന്നും അവരിൽ പിന്നീട് അത് ഉണ്ടാവില്ല. ദെൻ അടുത്ത പോയിന്റ് പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ് ആൻഡ് നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി. അത് ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് എല്ലാ കുട്ടികളിലുള്ളത് തന്നെയാണ്. പക്ഷെ അത് ഗ്രാജുവലി അത് മാറി അവരത് ആക്ടിവിറ്റീസിൽ മോർ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ്. അപ്പൊ അവർക്ക് എന്താ പറയാ, അവർക്ക് ഫ്രീഡം ടു ചോയ്സ് ഉണ്ട്. അപ്പൊ അവർ ആക്ടിവിറ്റീസ് എടുക്കുന്നു, ചെയ്യുന്നു, ദെൻ അവിടെ കൃത്യമായിട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ 2 പോയിന്റും റിലേറ്റഡ് ആണ്, അവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ 2 പോയിന്റും. ദെൻ അടുത്തത് ഒബീഡിയൻസ്. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ അനുസരണം. അപ്പൊ അവര് ത്രൂ ആക്ടിവിറ്റീസിലൂടെ അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ ആണ് നടക്കുന്നത്. ആക്ടിവിറ്റീസ് ചെയ്ത് അവർ ഒബീഡിയന്റ് ആയിത്തീരുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റും അവരിൽ വരുന്നു എന്നാ പറഞ്ഞത്. പിന്നെ ഇൻഡിപെൻഡന്റ് ആൻഡ് ഇനിഷ്യേറ്റീവ്. അവർക്ക് ഫ്രീഡം ടു ചോയ്സ് ഉണ്ട്, ഫ്രീഡം ടു മൂവ് ഉണ്ട്. അപ്പൊ അവര് ഇൻഡിപെൻഡന്റ്, ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഫ്രീ ആണ്. അപ്പൊ അവർക്ക് അവരിലെ എല്ലാ തരം ഈ പറഞ്ഞ പോലെ ഡെവലപ്മെന്റും അവിടെ നടക്കുന്നു. അതില് ഇൻഡിപെൻഡൻസ് ആസ് പോസിബിൾ ഫോർ ഹിം ടു അക്വയർ ഓൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ആയിരിക്കുന്ന ഒരു കുട്ടിയിലാണ് ഈ പറഞ്ഞ ഡെവലപ്മെന്റ്. റെസ്ട്രിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഒരു ഡെവലപ്മെന്റ് നടക്കില്ല. അപ്പൊ ഫ്രീഡം ടു ചോയ്സ്, ഫ്രീഡം ടു മൂവ്, ഇതൊക്കെ മോണ്ടിസോറി എൻവയോൺമെന്റിലുണ്ട്. നെക്സ്റ്റ്, ഇൻ എ ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ. അതില് ദ ചിൽഡ്രൻ ആർ ഓൾവേസ് ഹെൽപ്പിംഗ് വൺ. അവിടെ പല ഗ്രൂപ്പ് ഏജിലുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അവരുടെ ഇടയിലുള്ള പ്രോബ്ലംസ് അവർ തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. മുതിർന്നവരെപ്പോഴും ഒരു റോൾ മോഡൽ ആയിരിക്കും ചെറിയ കുട്ടികൾക്ക്. അപ്പൊ അവര് യങ് വൺസിനെ ഹെൽപ്പ് ചെയ്യും, യങ് വൺസ് പരസ്പരം ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി, ഹെൽപ്പിംഗ് മെന്റാലിറ്റി കുട്ടികളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൽ പറഞ്ഞത്. നെക്സ്റ്റ്, സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ. അതൊക്കെ പറഞ്ഞില്ല, ലവ് ഓഫ് ഓർഡർ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ അവര് കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ അത് ഫോം ആകുന്നു. ഡിസിപ്ലിൻ ഈസ് വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി. ഈ ഡിസിപ്ലിൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക്
ഫ്രീഡം ഉള്ളത് കൊണ്ടാണ് ആ ഡിസിപ്ലിൻ അവരിൽ ഫോം ആവുന്നതാണ്. ഇതിൽ ലാസ്റ്റ് പറയുന്ന പോയിന്റ് ആണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ അവരുടെ ക്രിയേറ്റ് ആവുന്നു. ആ ഫ്രീഡം ഉള്ളത് കൊണ്ട് തന്നെ അവർ ഗ്രാജുവലി എല്ലാ ഡെവലപ്മെന്റും നടന്നു നല്ല സെൽഫ് ഡിസിപ്ലിനും അതിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്നു. ദെൻ ജോയ് എന്ന് പറഞ്ഞാൽ അവര് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ എല്ലാം റിലേറ്റഡ് ആണ്. ഫ്രീഡം ടു ചോയ്സും മൂവ്മെന്റും ഒക്കെ ഉള്ള കാരണം അവർ എത്ര റിപ്പീറ്റേഷൻ ഓഫ് ദി ആക്ടിവിറ്റി അവേഴ്സ് നടക്കുന്നുണ്ടാവും. അപ്പൊ കൂടുതലായി റിപ്പീറ്റ് ചെയ്ത് അതിനോടൊരു ഇഷ്ടം അവർക്കുണ്ടാവും. നമുക്ക് ഏത് കാര്യമാണെങ്കിലും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പൊ അവർ ആ ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാവാനായിട്ട് എപ്പോഴും അത് എൻജോയ് ചെയ്യുന്നു. ഹാപ്പിനെസ് അവരിൽ ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവർ ഹാപ്പിനെസ് അവരിലുള്ള ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ. താങ്ക് യു മാം. ഓക്കേടാ. അപ്പൊ ആർക്കും ഒരാൾക്ക് ഡൗട്ട് ഉണ്ടല്ലോ ഗോപിക്ക്? യെസ് മാം. മനസ്സിലായോ? മനസ്സിലായി മാം. പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞപ്പോ മനസ്സിലായി ഓരോന്ന് എടുത്തു പറഞ്ഞത്. ഞാൻ 2 ചാപ്റ്റർ കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലെ? നോർമലൈസേഷൻ ആൻഡ് സൊസൈറ്റി ഓഫ് കൊഹീഷനും വുമൻസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ക്ലാസ്സുകൾ കാണാത്തവര് കേൾക്കാത്തവര് അത് കണ്ടിട്ട് വേണം നിങ്ങൾ എല്ലാവരും അതിനെ കുറിച്ചൊരു സമ്മറി, നിങ്ങൾക്ക് എന്താണ് ക്ലാസ് കണ്ടിട്ട് മനസ്സിലായത് അതിനെ കുറിച്ച് നല്ലൊരു സമ്മറി എഴുതി പ്രസന്റ് ചെയ്യണം. എല്ലാവരും ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് എല്ലാവരും കേട്ടോ. കാരണം നമ്മൾ ഈ ബാക്കിയുള്ള സെഷൻസ് നമ്മളിപ്പോ എന്താ പറയാ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് ആ ചാപ്റ്ററിന്റെ സെഷനും അതേപോലെ തന്നെ ഡെവലപ്മെന്റും സൈക്കോളജിയും അതിനേക്കാൾ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്താ പറയാ നമ്മൾ ഈ മോണ്ടിസോറി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പോർഷൻ ആണ് ഇത് തേർഡ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ കവർ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇപ്പൊ ഞാനും ഉദ്ദേശിച്ചത് തന്നെയാണ്. കാരണം ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്ര വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് കൂടി മനസ്സിലാകുമല്ലോ എന്നാ വിചാരിച്ചേ. നിങ്ങൾ MT5th ബാച്ചാണ്. MT4ലും ഇതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിത്തിരി വ്യത്യാസമുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങളെല്ലാവരും ഇത്രയും നല്ല രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നു ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. പക്ഷേ ആ കുട്ടികൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ അവർ പ്രസന്റ് ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയി. കാരണം അവർ ഞാൻ എന്താണോ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചത് അത് അവർ വ്യക്തമായിട്ട് അവരെന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ അത്രയും വിചാരിച്ചില്ല. കാരണം അത്രയും നല്ല രീതിയിൽ അവർക്ക് മനസ്സിലായോ എന്ന് എനിക്കൊട്ടും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ അതിനേക്കാളും നന്നായിട്ട് എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ബാച്ചാണ് നിങ്ങളുടെ MT5. പക്ഷെ നിങ്ങൾ മാത്രം എന്താ അങ്ങനെ ആയിപ്പോയെ? എനിക്കത് അങ്ങനെ വിഷമമായി പോയിട്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ചു വന്നത് കിട്ടിയില്ല. അപ്പൊ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. നിങ്ങൾ അത്രയും ബെസ്റ്റ് ആയിട്ട് അത് പറയും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ അത്രയും ആയില്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ്സിൽ കയറിയിട്ടില്ല, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള എക്സ്ക്യൂസ് ഒന്നും വേണ്ട. നമുക്ക് ടൈം ഉള്ളതനുസരിച്ച് നമുക്ക് ഓൺലൈൻ ക്ലാസ് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. ആ ഒരു കണ്ടന്റ് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. തോന്നുന്നു 2 or 3 ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആ മിസ്സായ ക്ലാസ്സുകൾ ഈ പാർട്ട് 3 എന്തായാലും മിസ്സായ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കണം. കാരണം എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പോലും പാർട്ട് 3 കമ്പൽസറി ആയിട്ട് ഓക്കെയുടെ കുഴപ്പമില്ല. ബിസി ഞാൻ പറയണത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഈ പാർട്ട് 3 ക്ലാസ്സുകളോ യൂണിറ്റ്സുകളോ ഒന്നും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. ഇപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളും അതേപോലെ ഇപ്പൊ നമുക്ക് റെഗുലർ ആയിട്ട് ഇപ്പൊ പ്രാക്ടീസിനൊക്കെ പോണവര് ഇതുണ്ടാവുമല്ലോ, നമ്മുടെ ഇന്റേൺഷിപ്പിൽ പോണ കുട്ടികളുണ്ടാവുമല്ലോ, അവരും ഈ പാർട്ട് 3 ഒരു ചാപ്റ്റർ പോലും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. എന്തായാലും എല്ലാവരും കവർ ചെയ്ത് കാണണം. എക്സാം ഒക്കെ വരാനാണ്. സോ നമ്മള് അത് ലാഗ് ചെയ്യണ്ട. പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ സമയമില്ല. ദെൻ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട ടൈം ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും. ഓക്കെ, എല്ലാവരും കവർ ചെയ്യുമല്ലോ. ഇങ്ങനെ എന്തെങ്കിലും ചാപ്റ്റേഴ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്യില്ലേ? ടൈം ഉണ്ട്, നിങ്ങളത് ചെയ്താൽ മതി. ഇപ്പൊ 1 മാസത്തിനുള്ളിൽ നിങ്ങളതൊക്കെ കവർ ചെയ്യണം. ഓക്കെ, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഞാൻ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? അത് കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? ബട്ടണിങ് ഫ്രെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്. അത് ചെയ്തോ? ബിസി ആയിരുന്നോ? പ്രസന്റ് ചെയ്തോ? ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തോ? ഞാൻ കാണിച്ചായിരുന്നു മാഡത്തിനെ ഒരു ക്ലാസ്. ഒന്നുകൂടെ കാണിക്കണോ?
ഇല്ല കുഴപ്പമില്ല, അന്ന് കാണിച്ചല്ലേ. അപ്പൊ എല്ലാം മാത്രല്ലേ കാണിച്ചുള്ളൂ, മായ മാത്രല്ലേ അന്ന് കാണിച്ചുള്ളൂ. അതറിയില്ല, ഞാൻ താമസിച്ച് കയറിയോണ്ട് ഞാൻ പെട്ടെന്ന് കാണിക്കുകയോ ചെയ്തത്. എനിക്ക് അറിയില്ല ആരൊക്കെ കാണിച്ചു എന്നുള്ളത്. അതെ, ഒരാളെ കാണിച്ചുള്ളൂ. ആണല്ലേ. ബട്ടറിംഗ് ഫ്രെയിം ബാക്കിയുള്ളവർ പ്രിപ്പയർ ചെയ്തോ അത്? യെസ് മാം. ഇല്ല മാം, തീർന്നിട്ടില്ല. തീർന്നിട്ടില്ല. പ്രിപ്പയർ ചെയ്തവര് പ്രസന്റ് ചെയ്യാം കേട്ടോ, ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ പിൻ ചെയ്യാം. ബട്ടറിംഗ് ഫ്രെയിം കഴിഞ്ഞവര് കേട്ടോ. കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ പിങ്ക് ടവറും കളറിംഗ് ബോക്സും പ്രിപ്പയർ ചെയ്തില്ലേ? അത് രണ്ടും ചെയ്തു മാം. രണ്ടും ചെയ്തു. ജിഷാട് തന്നല്ലേ ആദ്യം? അങ്ങനെയാണോ, അല്ലെങ്കിൽ ഞാൻ തന്നെയാണോ ആക്ടിവിറ്റി തന്നത്? ആണ് മിസ് എല്ലാം തന്നത്, ഞങ്ങൾക്ക് ജിഷ മാഡം ഒന്നും തന്നില്ല. ഓക്കെ, അപ്സാടെ ഷൂലേസ് ആണ് അല്ലെ? ഷൂലേസിന്റെ ഫ്രെയിം. ഓക്കേടാ. എല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്തു. ഒറ്റ ഫ്രെയിമിലല്ലേ? ഷൂലേസ് ദെൻ സിബ്. ഓക്കെ, നൈസ് ആണ് കേടാ. ഫ്രെയിമിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നൈസ് ആണ്, നല്ലതാണ്. മീൻസ് ഞാൻ കാണിക്കാം, ഞാൻ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതും എല്ലാം വെച്ചിരിക്കുകയാണ്. ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കേണ്ടതായിട്ട് വരും. ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട്. ഓക്കെ, കുഴപ്പമില്ല, ഒന്ന് ട്രൈ ചെയ്യട്ടാടാ. ഷൂലേസ്. എനിക്ക് പോയിന്ന് തോന്നുന്നു. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടാ. നേരത്തെ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടാ, ഹാങ് ആയിട്ട് നിൽക്കായിരുന്നു. ആദ്യം ഇത് പ്രസന്റ് ചെയ്തോട്ടാ. ഒരു മിനിറ്റ്. ഓക്കെ. ഇത് ഷൂലേസിന്റെ ആയിരുന്നു. ഞാൻ ഒരു ഫ്രെയിമും എല്ലാം കൂടി വെച്ചിരിക്കുകയായിരുന്നേ. അപ്പൊ അത് എടുത്ത് മാറ്റി. പ്രസ് ബട്ടൺ ആണ്. എല്ലാം ഒരെണ്ണത്തിനാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ദെൻ ഇത് സിബ് ഫ്രെയിം ആണ്. സിബ് ഫ്രെയിം ആണത്. ഒരു മിനിറ്റ് കേട്ടോ മിസ്സേ, അതെടുത്ത് മാറ്റാം. ദെൻ ഇത് നമ്മുടെ സാധാരണ ഇത് എടുത്ത് മാറ്റാണ്ട് അടുത്തത് കാണിക്കാൻ പറ്റില്ലേ? ഞാൻ എല്ലാം കൂടി ഒതുക്കി വെച്ചേക്കായിരുന്നേ ഓരോരുത്തന്ന്. അത് സാധാരണ ബട്ടൺ. ദെൻ ഇത് വെൽക്രം. ആളത് ഒരുമിച്ച് ചെയ്യുന്നതിന് പകരം ഓരോരോ കഷ്ണാക്കിയിട്ടാണ് ടൈലർ ചെയ്തേക്കുന്നത് വെൽക്രോന്റെ. താങ്ക് യു മാം. ഓക്കെ, നന്നായിരുന്നു കേട്ടാ പിങ്കി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ വിളിക്കുന്ന എന്റെ അബ്സേം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിഷാന. ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോഴേക്കും ചിലപ്പോ പേര് മാറ്റാനായിട്ട് ഉദ്ദേശിച്ചുണ്ടാവും. വിളിച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ നേരിലുള്ള പേര് മിസ് വിളിച്ചാൽ മതിയായിരുന്നു. സോറിയടാ, ഞാൻ വിളിച്ച് ശീലമായി പോയി, മാറുന്നില്ല. ഓക്കെ, അപ്പൊ ഈ കാണുന്ന പേര് നിങ്ങളുടെ ഇതല്ലോ, ABBSA, അച്ഛനല്ലേ വായിക്കാം? അതെ, എന്താന്നറിയോ, ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ഫോണിന്റെ അനിയന്റെ ഫോണാ. അപ്പൊ അവന്റെ ഗൂഗിൾ ID ആണ് അബ്ബാസ് സഹീർ, അവന്റെ പേരാണ് അബ്ബാസ് സഹീർ. അപ്പൊ അതാണ് ഗൂഗിൾ ID അത് വന്നിട്ടുള്ളത്. എന്റെ പേര് റിഷാന എന്നാ. ഓക്കെ, ഞാൻ പെങ്കൊച്ചാന്ന് വെച്ചാൽ അബ്ബാസ് എന്നുള്ളത് കുറച്ചുകൂടി അഫ്സാനാക്കിന്നേ ഉള്ളൂ.
ആയിരുന്നെങ്കിലും ഓക്കെയാണ്. ഓക്കേടാ, സോറിടാ റിഷാന. അത് സാരല്ല, അതുകൊണ്ട് അബ്ബാസായി അബ്ബാസ് പറയാണ്ട് എല്ലാരും ആരാണ് അത് എന്നുള്ളത് ഭയങ്കര ആകാംക്ഷയായിരുന്നു, ഞാൻ ആരാന്നറിയിട്ട്. ഓക്കെ, ഒരു പേര് വൈറലായല്ലേ കുംഭമേളയിൽ മൊണാലിസ വൈറലായുള്ള ഒരു പേര് കൊണ്ട് റിഷാൻ അങ്ങ് വൈറലായി. ഓക്കെ, ബാക്കി ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? വർക്കിംഗ് ആണോ എല്ലാവരും? എനിക്കറിയാം ബട്ടണിങ് ഫ്രെയിം ഒക്കെ പണിയാണ് എടുക്കാനും. അതേപോലെ ചിലവരൊക്കെ എനിക്ക് തോന്നുന്നു മറ്റ് ബാച്ചിലേക്ക് കുട്ടികള് ഓരോ ഫ്രെയിം ആയിട്ടാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഇങ്ങനെ ലഭിച്ചു തന്നോന്നുള്ളൂ. ഓരോ കാണിച്ചോടാ. ഫ്രെയിം വെച്ചില്ല മാം, ഞാൻ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് ചെയ്തത്. ഇത് കളറിംഗ് ബോക്സ് ആണ്. ഓക്കേടാ, പിങ്ക് ടവർ കാണിച്ചു. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടാ. ഇപ്പോ നമുക്ക് ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോ ഇപ്പൊ ബട്ടണിങ് ഫ്രെയിം ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുട്ടികളെല്ലാവരും ജസ്റ്റ് 5 minutes ആക്ടിവിറ്റി പോലെ എല്ലാവർക്കും അതൊന്ന് ചെയ്യിക്കാനൊക്കെ കൊടുക്കുക. എല്ലാവരും ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതെന്നത്തേക്ക് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ബട്ടണിങ് ഫ്രെയിം ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? തന്നിട്ടുണ്ടോ ലാസ്റ്റ് ഡേറ്റ് എങ്ങാനും? ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു, മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു, മിസ് പറഞ്ഞത് കഴിഞ്ഞു, ഡേറ്റ് കഴിഞ്ഞല്ലേ? ഓക്കെ. പിന്നെ എനിക്കൊരു ജിഷാമേം പറഞ്ഞിട്ടില്ല, മിസ് ഡേറ്റ് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അതെന്താണ്, ടീച്ചർ ഒരു ബാച്ചിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങളാണോ എന്നൊരു ഡൗട്ട് വന്നു പെട്ടെന്ന്, അതുകൊണ്ട് ചോദിച്ചതാണ്. നമ്മള് റെക്കോർഡ് 4th റെക്കോർഡ് എന്നത്തേക്കാ കംപ്ലീറ്റ് ആക്കണ്ടേ? ഫെബ്രുവരി 28. ഓക്കെ, അത് കംപ്ലീറ്റ് ആകുന്നില്ലേ, ചെയ്യുന്നില്ലേ? കഴിയാറായി മാം. ഓക്കേടാ, കഴിയാറായി. അതൊക്കെ ചെയ്തോണ്ടിരിക്കാം. ഓക്കെ, അപ്പോ കംപ്ലീറ്റ് ആക്കുക. അതിനനുസരിച്ച് നമുക്ക് അടുത്ത റെക്കോർഡ്, ലാസ്റ്റ് റെക്കോർഡും കൂടി ഉണ്ട്. ചിലപ്പോൾ ജിഷ ടീച്ചറായിരിക്കും പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, ഞങ്ങളിവിടെ ഒരു 2 സ്മാർട്ട് സ്റ്റഡി അക്കാഡമിയിൽ നിന്ന് 2 കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് മോണ്ടിസോറി നമ്മളുടെ കോഴ്സും, പിന്നെ ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആയിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ 5th ബാച്ച് ഇതായിരുന്നു, ഗ്രാജുവേഷൻ സെറമണി ആയിരുന്നു ലാസ്റ്റ് മന്തൊക്കെ ആയിട്ട്. പറയണെന്ന് വിചാരിച്ചു. നിങ്ങൾ എല്ലാവരുടെയും ഡാൻസ് ഇതൊക്കെ കണ്ടെന്ന് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളിങ്ങനെ കാണുമ്പോൾ നല്ല സന്തോഷം. ഞങ്ങൾ ഒരുപാട് പേര് സ്റ്റാറ്റസ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കണ്ടപ്പോ. നിങ്ങൾ ടീച്ചർമാരെവിടെ? ഞങ്ങൾ ടീച്ചർമാരെവിടെ? അത് ഞാൻ അവിടെ ആതിര മിസ് എവിടെ, ഓരോരുത്തരെയും ഞങ്ങൾ ഇങ്ങനെ നോക്കുക. ചിലതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു, ഇത് ഏത് സാരി ഏതിൽ വരുന്നു എന്നൊക്കെ. പിന്നെ ലാസ്റ്റ് കണ്ട ഡാൻസിൽ എല്ലാരും ഉണ്ട്. ജയദേവ് സാറിന്റെ കൂടെ ഉള്ള ഡാൻസിൽ എല്ലാരും ഉണ്ട്. നമ്മളെ ടീച്ചർമാര് 4 ആളുണ്ട്. ഓക്കെ, അത് ഞാൻ പറയാട്ടാ. അപ്പൊ ചില കുട്ടികളാണ് വന്നല്ലോ, അപ്പൊ അവിടുത്തെ ടീച്ചർമാർക്ക് ആ കുട്ടികൾക്ക് അവരുടെ ടീച്ചർമാരെ നല്ല പരിചയമുണ്ട്. നമ്മൾ മോണ്ടിസോറി ആയതുകൊണ്ട് സെപ്പറേറ്റ് ആണ്. അപ്പൊ അവരുടെ ടീച്ചർമാരെ വന്ന് ഇങ്ങനെ സംസാരിക്കണേക്കാണ് ഞാൻ വിചാരിച്ചു, അയ്യോ എന്റെ കുട്ടികളായിരുന്നു, അതുണ്ടെങ്കിൽ എന്നോടും വന്ന് സംസാരിക്കുമായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു അവർ വരാണെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. നിങ്ങൾ നമുക്കൊരു സെറമണി നടത്താണെങ്കിൽ നിങ്ങൾ എല്ലാവരും വരില്ലേ? വരും മിസ്സേ, നമുക്കും അതേപോലെ ഡാൻസ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോ നമുക്ക് അവസരം വരാണെങ്കിൽ നമുക്കത് അടിച്ചു പൊളിക്കാം. പിന്നെ അതായത് പ്രാക്ടിക്കൽ അതാ ചോദിക്കാൻ വന്ന്. പ്രാക്ടിക്കൽ സെക്ഷൻ ഒരു ദിവസമാണ് മാം വരേണ്ടത്? ഒരു ദിവസം ഉണ്ടാവും. അതിക്ക് മുമ്പ് ചിലപ്പോ നമുക്ക് കണ്ടുമുട്ടാനുള്ള അവസരം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ ഒരു ദിവസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് പ്രാക്ടിക്കൽ സെഷൻ ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കാണാം, റെക്കോർഡൊക്കെ സൈൻ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. നമുക്ക് സൈൻ ചെയ്ത് അറേഞ്ച് ചെയ്യാലോ. അപ്പൊ നിങ്ങളുടെ വർക്കുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, കൊണ്ടുവരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ
പറ്റാണെങ്കിൽ നിങ്ങൾ വരണം മാക്സിമം പ്രാക്ടിക്കൽ സെഷൻസ്. അപ്പൊ മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നേരിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ പിൻപവർ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസം അങ്ങനെ ആയിരിക്കും മാം പ്രാക്ടിക്കൽ സെക്ഷൻ വെക്കുന്നത്. അറിഞ്ഞുകൂടാ. അത് ഓരോ ഓരോ ബാച്ചിന്റെ എക്സാം കഴിഞ്ഞിട്ടാണ് ഈ പ്രാക്ടിക്കൽ സെഷൻ വെക്കുന്നത്. ഫസ്റ്റ് ബാച്ചിന്റെ മാത്രല്ലേ മിസ് എന്താണ് ബാച്ചിന്റെ മാത്രം എക്സാം കഴിഞ്ഞപ്പോ? മനസ്സിലായില്ല. ഫസ്റ്റ് ബാച്ചിന്റെ മാത്രമാണോ മിസ് എക്സാം? ഫസ്റ്റ് ബാച്ച് വരെയും എക്സാം കഴിഞ്ഞു. അവരുടെ പ്രാക്ടിക്കൽ സെഷനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തേർഡ് സെക്കൻഡ് കഴിഞ്ഞു. പ്രാക്ടിക്കൽ സെഷൻ വെക്കണെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ നോമ്പാകുമ്പോ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും വരാൻ പറ്റൂല. നോമ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ടായിരിക്കും. കാരണം നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ പ്രാക്ടിക്കൽ സെഷൻ വരുന്നത്. മെയിൻ എക്സാം മെയിൻ എക്സാം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ബാച്ചിന്റെ ഒക്കെ വെച്ചത്. എന്റെ ഒരു ഓർമ്മയില് മെയിൻ എക്സാം കഴിഞ്ഞിട്ടാണ് വെച്ചത്. അപ്പൊ ടൈം ഉണ്ട്. എല്ലാം പഠിക്കാൻ നമുക്ക് അതൊക്കെ കാണിച്ചു തരുമ്പോ മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിനൊരു സന്തോഷമാണ്. കാരണം നമ്മളിങ്ങനെ ഒരു മോണ്ടിസോറി സ്കൂളിൽ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു ഭാഗ്യം ഉണ്ടാവുള്ളൂ. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യാനുള്ള ഭാഗ്യം ഇനി മോണ്ടിസോറി സ്കൂളിൽ കിട്ടിയാൽ മാത്രമേ നമുക്കത് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുള്ളൂ. അപ്പോ ഇവിടെ വരാണെങ്കിൽ മോണ്ടിസോറി സ്കൂളിൽ പോണേക്കാളും മുമ്പ് നമുക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാൻ കാണാനൊക്കെ പറ്റും. നമുക്ക് പഠിപ്പിച്ചു തരും. അപ്പൊ അതൊക്കെ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്, ഓരോ മെറ്റീരിയൽസും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടാവും. അത് നിങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് അവസരം കിട്ടുകയാണെങ്കിൽ വരാതിരിക്കരുത്. ഓക്കെ, മാക്സിമം വരാൻ നോക്കണം. നോമ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ മാക്സിമം അതൊക്കെ കൺസിഡർ. കാരണം കൂടുതൽ കുട്ടികളും നിങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നോമ്പൊക്കെ കഴിഞ്ഞിട്ടേ വയ്ക്കുള്ളൂ. ടീച്ചേഴ്സും ഉണ്ട്. അതുകൊണ്ട് നമ്മള് നോമ്പൊക്കെ കഴിഞ്ഞിട്ടേക്കും വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടാണ്ട് നമുക്ക് കാണാം. ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്താണ് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുന്നത് നല്ല രീതിയിലും നിങ്ങൾ പ്രസന്റ് ചെയ്യുക. ആ ക്ലാസ്സിൽ കയറാത്ത മറ്റു കുട്ടികളാണെങ്കിലും നിങ്ങൾ പറയണത് മനസ്സിലാക്കാനായിട്ട് പറയാം. നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇനി ഒരു റെക്കോർഡ് ക്ലാസ് കാണേണ്ട ആവശ്യം വരരുത്. അത്രയും വ്യക്തമായിട്ട് പറയാൻ പറ്റണം. ഇത് സെറ്റായിട്ട് വരില്ല എല്ലാവരും? വരാം മാം. ജാസ്മിൻ എന്തെങ്കിലും പറയാനുണ്ടാടാ? മിസ് ഇപ്പം പ്രാക്ടിക്കൽ സെഷന്റെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ വരുന്ന ഒരു സമയത്ത് നമ്മുടെ റെക്കോർഡുകളോ അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന ആക്ടിവിറ്റി വർക്കുകളൊക്കെ സബ്മിറ്റ് ചെയ്യണ്ട അങ്ങനെയുണ്ടോ? റെക്കോർഡുകൾ കൊണ്ടുവരും. അങ്ങനെ ഇത് വരികയാണെങ്കിൽ നമ്മൾ റെക്കോർഡുകൾ അന്നേരം സബ്മിറ്റ് ചെയ്യണം. ഓക്കെ മിസ്. ഓക്കേടാ, സൈൻ ചെയ്യണോ? അത് അപ്പോഴാണ് ചെയ്യാറ്. പ്രാക്ടിക്കൽ സെഷന്റെ ടൈമിലാണ് അപ്പൊ നമുക്ക് വരാൻ പറ്റാതെ വന്നാലോ മിസ്സേ? വരാൻ പറ്റാതെ വന്നാല് നിങ്ങൾ സ്കാൻ ചെയ്ത അങ്ങനെ ആയിരിക്കും. വൈവയുടെ സമയത്തോ അങ്ങനെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം. അതിന് കാരണം പറയണം. എന്താടാ ഹസി? മിസ് ഒരു മിനിറ്റ്, ഷൂ ലേസ് ചെയ്തില്ല, ബട്ടൺ ഫ്രെയിം കാണാം. ഒരു മിനിറ്റ് കേട്ടോ, പിൻ ചെയ്തിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് റൊട്ടേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ക്യാമറ തിരിച്ചു വെക്കുക കേട്ടാ. മുകളിലായിട്ട് ടോപ്പിലായിട്ട് ഒരു ആരോ മാർക്ക്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടാ. ഇത് ഫ്രെയിം കുഞ്ഞിന്റെ ഡ്രസ്സാണ്. ഓക്കേടാ, പ്രസ് ബട്ടൺ ആണെന്ന് തോന്നുന്നു അല്ലേ? അത് പ്രസ് ബട്ടൺ. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ, നന്നായിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും പ്രസന്റ് ചെയ്യണം. വേറെ എന്തെങ്കിലും ഈ ചാപ്റ്ററിനെ കുറിച്ച്, നോർമലൈസേഷൻ ഡീവിയേഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. ക്ലിയർ ആവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. മാം, ടൈപ്സ് ഓഫ് ഡീവിയേഷൻ. ഓക്കെ, ടൈപ്പ് ഓഫ് ഡീവിയേഷൻ 4, 5, 6 ജസ്റ്റ് ഒന്ന് പറഞ്ഞു.
ടൈപ്പ് ഓഫ് ഡീവിയേഷൻസ്. ഓക്കെ, സൈക്കിക് ഫ്രാഗ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ശരിക്കും പറഞ്ഞാല് ഒരു നമ്മളൊരു പറന്ന് നടക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയില്ലേ, നമ്മള് ഈ ഭൂമിയിൽ അല്ലാത്തൊരു ഫീൽ ആയിരിക്കും തോന്നുന്നത്. ജസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് മൈൻഡ് നമ്മുടെ കയ്യിലല്ലാതെ നമ്മുടെ കൺട്രോളിലല്ലാതെ നടക്കുന്ന ആ ഒരു കുട്ടികളാണ്. അങ്ങനത്തെ കുട്ടികളെയും നമ്മൾ എന്ത് പറയും, അങ്ങനത്തെ കുട്ടികളെയും സൈക്ലിക് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. കുട്ടിയുടെ മൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാന്റസി വേൾഡിലായിരിക്കും, ഫുൾ ഫാന്റസി വേൾഡിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്. അവൻ ആ ഒരു റിയൽ എൻവയോൺമെന്റിനേക്കാൾ കൂടുതൽ അവന് ഇഷ്ടവും താല്പര്യം കുറച്ചുകൂടി പ്രിഫറബിൾ ചെയ്യുന്നത് ഫാന്റസി വേൾഡിലായിരിക്കും. മെയിൻ ആയിട്ട് നമ്മുടെ റിയൽ വേൾഡിൽ സ്നേഹമൊക്കെ കിട്ടാത്ത വളരുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുട്ടികളാണ് ഈ സൈക്കിക് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. അവർ ഫാന്റസി വേൾഡിലേക്ക് പോകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ റിയൽ എൻവയോൺമെന്റിൽ അവർക്ക് ആ സ്നേഹവും ഇഷ്ടമൊന്നും കിട്ടുന്നില്ല, പാരന്റ്സ് പരിഗണിക്കുന്നില്ല, അങ്ങനത്തെ പ്രശ്നമുള്ളവരാണ്. ഈ സൈക്കിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം. സൈക്കിക് ഫ്യൂഗ് പോലെ തന്നെ സെയിം തന്നെയാണ് സൈക്കിക് ബാരിയർ. ഇവിടെ ബാരിയർ ക്രിയേറ്റ് ചെയ്യാണ്, കുട്ടി തന്നെ ഒരു മതിൽ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്യാണ്. ഇതും സെയിം നമ്മ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് നല്ല രീതിയിൽ ട്രീറ്റ് കിട്ടാത്ത കുട്ടികള്, പാരന്റ്സ് ഇല്ലാത്തവര്, അങ്ങനത്തെ കുട്ടികളാണ് മെയിൻ ആയിട്ടൊരു സൈക്കിക് ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും ചൈൽഡിന് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും അവനെ ട്രീറ്റ് ചെയ്യുന്ന രീതി. അതേപോലെ അവന്റെ ഒരു കാര്യത്തിൽ പോലും അവൻ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. അപ്പൊ അവൻ എന്ത് ചെയ്യും, അവനിഷ്ടം അവന്റെ കൂടുതൽ ടൈമും എന്താണ് നമ്മുടെ റിയൽ വേൾഡിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം അവൻ ആ ഒരു ചിന്തയിൽ മുഴുകിയിരിക്കാനും എന്താണ് പറയാ ആ ഒരു എൻവയോൺമെന്റ് ആയിരിക്കും അവൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഫാന്റസി ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് കുട്ടികള്, ചെറിയ കുട്ടികള് പാരന്റ്സിനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും, ഭയങ്കര ഡിപെൻഡന്റ് ആയിരിക്കും. അങ്ങനത്തെ കുട്ടികൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം അവരെ ഒരു കാര്യം സ്വയമായിട്ട് ചെയ്ത് ശീലിക്കില്ല, അവരുടെ പ്രായത്തിനനുസരിച്ച് ഡെവലപ്മെന്റ് അവർക്ക് ഉണ്ടാവില്ല. കാരണം ഒരു കാര്യം അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവര് ഓൾറെഡി വീട്ടിൽ അങ്ങനെ ഒന്നും ചെയ്യിക്കുന്നില്ല, നമ്മളത് കണ്ട് മനസ്സിലാക്കിയിട്ട് ആ കുട്ടികളെ കൊണ്ട് അത് ഓരോ ആക്ടിവിറ്റീസ് രൂപത്തിൽ നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി അത് ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. പോസിറ്റീവ്നെസ് നമ്മൾ ആദ്യം വരുമ്പോൾ കുട്ടികളെല്ലാവരും ഡിവൈഡ് മിക്കതും ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും, അവനത് വേണം എന്നുള്ള വാശിയായിരിക്കും. ബട്ട് നമ്മൾ അങ്ങനത്തെ കുട്ടികളെയും അവർക്ക് സ്നേഹം കിട്ടാത്തതുകൊണ്ടും അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മളൊരു ആ കുട്ടീനെ നല്ല രീതിയിൽ നോർമലൈസ്ഡ് ആക്കാനായിട്ട് നമ്മൾ അവന് വേണ്ട അറ്റൻഷനും അവന് ഓരോ കാര്യങ്ങൾ കൊടുക്കുകയും അവനോട് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ പെരുമാറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ്നെസ് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് നമ്മുടെ കുട്ടികൾക്ക് ഡീവിയേറ്റഡ് ചൈൽഡിന് ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് കുറച്ച് കൂടുതലായിരിക്കും. അവർക്ക് ഭയങ്കര ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ പോലും അവന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിരിക്കും. സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും, ഭയങ്കര ഒരു പ്യുവർ ആയിരിക്കും സെൽഫ് കോൺഫിഡൻസ്. അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കൊള്ളില്ല, ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ഉള്ള പ്രശ്നമായിരിക്കും. അത് ചിലപ്പോൾ പാരന്റ്സ് തന്നെ അവനെ പറഞ്ഞ് ശീലിപ്പിച്ചിരിക്കുന്ന കാര്യമായിരിക്കും. വെച്ചാൽ നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അങ്ങനെ ഒരിക്കലും ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി നമ്മൾ ഒരു പ്രാവശ്യം പോലും പറയാനായിട്ട് പാടില്ല. കാരണം എല്ലാവരും ഒരേ കഴിവുള്ളവരല്ല, കഴിവുള്ള ആൾക്കാരായിട്ടല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. സോ നമ്മളത് മനസ്സിലാക്കി അവർക്ക് എന്താണോ കഴിവുള്ളത് അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ നോർമലൈസ് കുട്ടിയായിട്ട് മാറ്റാം. ഫിയർ എന്ന് പറഞ്ഞാല് നമുക്കറിയാം പേടിയാണ്. ചെറിയ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ചില കാര്യങ്ങൾ ഫിയർ ആയിരിക്കും. ഞാൻ എന്റെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് വെളിച്ചപ്പാടിനെ കാണുന്നത് പേടിയാണ്. തെയ്യം അങ്ങനെ കാണുന്നൊക്കെ തെയ്യെന്നല്ല, വെളിച്ചപ്പാടിനെ കാണുന്നൊക്കെ പേടിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലേ ഉള്ള ഒരു പേടി വലുതായപ്പോ അത് തന്നെ മനസ്സിൽ വന്നാൽ ഞാനത് മാറ്റിയെടുത്തു കേട്ടോ. അതേപോലെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, കുട്ടികൾക്കും ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഏജ് വരെ ഫിയർ എന്ന് പറയുന്നത്. സോ മാക്സിമം അത് നമ്മൾ ഹാർംഫുൾ ഒന്നല്ല, എന്നാലും ഒരു പരിധി കഴിഞ്ഞാൽ അത് ഡേഞ്ചർ ആണ്. സോ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ആ ഫിയർ മാറ്റി നമ്മൾ നോർമൽ ചൈൽഡ് ആക്കി മാറ്റാനുള്ള ഡ്യൂട്ടീസ് നിങ്ങൾ ഓരോരുത്തർക്കും ഇടും, നമ്മളെയല്ല കുട്ടികളെ. ഓക്കെ, ലൈസ് ഒരുപാട് ടൈപ്പ് ലൈസ് ഉണ്ട്. ഡിഫൻസ്, അതേപോലെ സോഷ്യൽ, ഫാന്റസി, ദെൻ സ്പിരിച്വൽ ലൈസ്. അപ്പോ എന്ത് കള്ളം പറയുമ്പോൾ ഡിഫൻസിന് വേണ്ടി കള്ളം പറയുന്ന കുട്ടികളുണ്ടാവും, അവര് നോർമൽ ഡീവിയേറ്റഡ് ചൈൽഡ് ആയിരിക്കും.
അത് ഞാൻ പറഞ്ഞു ഓക്കെ പറയാട്ടോ. നാല് തരത്തിലുള്ള കള്ളങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റത്തെ ഡിഫെൻസ്ലെസ്, അതായത് എന്തേലും കുട്ടികള് തല്ല് കിട്ടുന്ന പേടിച്ചിട്ട് കുട്ടികൾ പറയില്ല ചെയ്തോ ചോദിക്കുമ്പോ ഞാൻ ചെയ്ത കാര്യമാണെങ്കിൽ ചെയ്തിട്ടില്ല പറയും അവര്. ഇപ്പൊ ഭക്ഷണം കഴിക്കേണ്ട കാര്യമാകുമ്പോ ഭക്ഷണം കഴിച്ചോ ചോദിക്കുമ്പോ ഞാൻ കഴിച്ചു പേടിച്ചിട്ട് പറയും. അതായത് അവര് തല്ല് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് പറയില്ല. അതാണ് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് പറയുന്ന കള്ള. പിന്നെ സോഷ്യലൈസ്, അതായത് മറ്റുള്ളവർക്ക് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് അതിന്റെ ഡ്രസ്സ് ഇഷ്ടമായോ ചോദിക്കൂലേ, അപ്പൊ നമ്മൾ ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകൂല, എന്നാലും ഇനി അവർക്ക് വിഷമാവണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ പറയാം ഇഷ്ടമായി നല്ല രസമുള്ള ഡ്രസ്സാണ് പറയില്ലേ. അതാ രണ്ടാമത്തെ തരം കള്ളം. പിന്നെ മൂന്നാമത്തത് ഫാന്റസി ലൈസ്, അതായത് എന്താ പറയാ, നമ്മളിങ്ങനെ ഊഹിച്ചിട്ട് ഇൻഡോടെ എന്റെ ഉപ്പാക്ക് ആന ഉണ്ട് അറിയോ, ഞാൻ ആനപ്പുറത്തൊക്കെ കയറി പറയില്ലേ, വെറുതെ നാണ പറയക്കാരെ ഊഹിച്ചിങ്ങനെ പറയാണ്. അപ്പൊ വിശ്വസിക്കും ചെയ്യും കുട്ടികളാകുമ്പോ. അതാണ് നാലാമത്തെ തരം കള്ളം. പിന്നെ അഞ്ചാമത്തെ സ്പിരിച്വലൈസ്, അതായത് ചെറുപ്പം മുതലേ കള്ളം പറഞ്ഞ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അത് നമ്മളെ ബ്ലഡിൽ അലിഞ്ഞതോ അല്ലെങ്കിൽ ജന്മന അങ്ങനെ കള്ളം പറയാൻ പഠിച്ചതേക്കാരം. അതാകുമ്പോ പിന്നെ മാറ്റാനും ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം. അതാണ് 4 തരത്തിലുള്ള കള്ളങ്ങള്. ആരാണ് ചോദിച്ചത് ഇതിനെ കുറിച്ചിട്ട് ടൈപ്സ് ഓഫ് ഡിവിയേഷൻ മനസ്സിലായല്ലോ? ഓക്കെ, മനസ്സിലായി. എനിക്ക് തോന്നുന്നു എല്ലാവരും അതായത് ലൈസ് ആണ് അതിൽ കൂടുതൽ അല്ലെ കള്ളങ്ങള്. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ സൊസൈറ്റി ഓഫ് കൊഹീഷൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരാം. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരാം. എല്ലാവർക്കും പറയാനുള്ള അവസരം ഉണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഇപ്പൊ തന്നെ ലെഫ്റ്റ് ആയി. സൈൻ ഔട്ട് പറയുന്നതിന് മുമ്പേ ലെഫ്റ്റ് ആവും. The child who concentrates is immensely happy. Maria Montessori quotes. അതായത് ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി സെൽഫിൽ ഇമ്മേഴ്സ്ലി ഹാപ്പി എന്ന് പറഞ്ഞാൽ അവിടെ ആഴത്തിൽ ഭയങ്കര പീസ്, ജോയ്, ഹാപ്പിനെസ് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നതാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. താങ്ക് യു മാം. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.